കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ ബ്രാഞ്ച് അംഗത്തെ CPIM പുറത്താക്കി. ഏരമരം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജീഷിനെതിരെയാണ് നടപടി. അർജുനായങ്കി ഉൾപ്പെട്ട സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഇയാളും ഭാഗമായിരുന്നു. 2 മാസം മുൻപെടുത്ത നടപടിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഈ അർജുനെയും ആകാശ് അടക്കമുള്ള ടീമിനെ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ച ആളുകളുണ്ടോ, നേതാക്കളുണ്ടോ കണ്ണൂരിൽ? തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ ആയിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഉള്ള കാര്യം എന്തിനും ഇല്ലയെന്ന് പറയുന്നു, അതെന്തായാലും ഉണ്ടാവും. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിലെ ചിലരുടെ പിന്തുണ ലഭിക്കുന്നുവെന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന സംഘടനാ നടപടി. സ്വർണം പൊട്ടിക്കൽ സംഘത്തിനൊപ്പം പയ്യന്നൂർ കാനായിൽ വീട് വളഞ്ഞ സംഘത്തിൽ സജേഷും ഉൾപ്പെട്ടിരുന്നു. പാർട്ടി അംഗമായിരുന്ന സജേഷ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുനായങ്കിയുടെ സംഘത്തിനൊപ്പമാണ് സജേഷ് സ്വർണം പൊട്ടിക്കലിനായി എത്തിയത്. പയ്യന്നൂരിൽ വീട് വളഞ്ഞ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നാട്ടുകാർ പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നാലെ പരാതി പാർട്ടിക്ക് മുന്നിലെത്തുകയും ചെയ്തു. പ്രാദേശിക പാർട്ടി അംഗങ്ങൾ തെളിവ് സഹിതം നടപടി ആവശ്യം കടുപ്പിച്ചതോടെ പുറത്താക്കൽ. CPIMലെ പ്രധാന നേതാവിന്റെ ഡ്രൈവറായും സജേഷ് മുൻപ് പ്രവർത്തിച്ചിരുന്നു. CPIM നേതാക്കളായ P. ജയരാജൻ, M. ഷാജർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധ ആരോപണം ഉന്നയിച്ചാണ് മനു തോമസ് പാർട്ടി വിട്ടത്. തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ നടപടി സ്വീകരിച്ചെന്നും CPIMന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ മനു തോമസിന്റെ വെളിപ്പെടുത്തലടക്കമുള്ള വിവാദങ്ങൾ CPIMന് സൃഷ്ടിച്ചത് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി. ക്രിമിനലുകൾക്ക് പാർട്ടി തണൽ ലഭിക്കുന്നില്ലെന്ന് വാദിക്കുമ്പോഴും തുടർ വിവാദങ്ങൾ CPIMനെ പ്രതിരോധത്തിലാക്കുകയാണ്. 24 കണ്ണൂർ.